സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് കാണാം. വളരെ സ്നേഹത്തോടെ ന്യൂസിലേക്ക് വരുന്നവര് തുടർച്ചയായിട്ട് ന്യൂസിലുണ്ടാവും. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തായിട്ട് സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വ്യക്തിത്വമാണ്. കേരളത്തിലെ നേഴ്സുമാർ 2011 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എനിക്ക് തോന്നുന്നു നീതൂസിലെ ഭൂരിഭാഗം ആളുകളുടെ നേഴ്സസാണ്, ഭൂരിഭാഗം സ്റ്റാഫ് നേഴ്സസാണ് വർക്ക് ചെയ്യുന്ന. ഏകദേശം 400ഓളം ജീവനക്കാർ നീതൂസിലുണ്ട്. അതിൽ ഭൂരിഭാഗം പേര് നേഴ്സുമാരാണ്. 2011 2009 അപ്പോൾ നമ്മുടെ KGNU എന്ന് പറയുന്ന നമ്മുടെ നേഴ്സിംഗ് മേഖലയിലെ ഗവൺമെന്റ് നേഴ്സുമാരുടെ സംഘടനയാണ്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ദിവസത്തിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര നേഴ്സസ് ഡേ നമ്മുടെ മറ്റു വിശിഷ്ടാതിഥികൾ ബഹുമാനരായ MP ശ്രീ ഹൈബി ഈഡൻ അവர்கள், സെലിബ്രിറ്റി ഗസ്റ്റ് അഖിൽ മാരാർ ജോസ്, മറ്റു വിശിഷ്ട വ്യക്തികളെയും ഞങ്ങൾ ഏറെ ബഹുമാനത്തോടുകൂടി തന്നെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. Let us all put our heartfelt prayers here. It is time to speak of unity and reverence. Let the radiant glow of the lamp be ignited, symbolizing the illumination of knowledge and, of course, the beginning of an auspicious event. ആളുകളെ പ്രവേശിപ്പിക്കുക നമ്മെ നയിക്കുകയും ഏതൊരു കാക്കുകയും ഒഴിയുകയാണ് ഈ ഒരു ക്ഷണം. Thank you so much. Thanks a lot, everyone. So, നമ്മുടെ കൊച്ചിയുടെ മണ്ണിൽ ഓരോ ദിവസവും അനുദിനങ്ങൾ ഇന്ന് നമുക്കൊപ്പമുണ്ട്. ഏറെ സ്നേഹത്തിലൂടെ മുഖ്യപ്രഭാഷണത്തിനായി അദ്ദേഹത്തിനെ നമുക്ക് ഈ രീതിയിലേക്ക് ക്ഷണിക്കാം. വേദിയിൽ സംഗീതനായിട്ടുള്ള മന്ത്രി അടക്കമുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മുഖ്യപ്രഭാഷണമൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ചടങ്ങ് ഒരുപാട് വൈകിയിരിക്കുകയാണ്. അതാണ് വേദിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിലും ആരുടെയും അഭിസംബോധന ഒഴിവാക്കുന്നത്. നീതൂസ് അക്കാഡമി, അതിന് നേതൃത്വം കൊടുക്കുന്ന നീതു ബോബനും ഹാരിസും ഒരുപാട് പൊതുവേദികളിൽ, ഒരുപാട് പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നീതൂസ് അക്കാഡമിയുടെ പേരിലുള്ള ഒരു നീതൂസ് നഴ്സസ് ഡേയുടെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വിളിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി വന്നത് അതുകൊണ്ടാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഞാനും ശ്രീ റോഷി അഗസ്റ്റിനൊക്കെ സാധാരണ വരുന്നത് വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലാണ്. നിങ്ങളാരും വോട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. നിങ്ങളെല്ലാവരും പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങളിവിടെ വന്നത് നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ സേവനം കണക്കിലെടുത്ത് വന്നു. ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ ഡെലിഗേഷൻസിൽ, പാർലമെന്ററി ഡെലിഗേഷൻസിൽ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ വർഷം ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും എല്ലാം പോകാൻ സാധിച്ചു. അവിടെ എല്ലാം പോകുമ്പോൾ, UK എവിടെ പോയാലും മലയാളി നഴ്സസ് എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന സേവനത്തിനും, നിങ്ങൾ നൽകുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാലാഖമാരെന്ന് നിങ്ങൾ വിളിക്കുന്നതിനപ്പുറമായി നിങ്ങൾ ഇക്കോണമിക്ക് നൽകുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ശരിക്കും ചില ആളുകൾ പറയും അറബി എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഭാഷയാണ്. യഥാർത്ഥത്തിൽ അറബി എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ ലാംഗ്വേജ് ആണ്.
വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും അറബി പഠിക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ഇക്കോണമിയുടെ ലാംഗ്വേജ് ആണ്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നതും നിങ്ങൾ ഫ്രഞ്ച് പഠിക്കുന്നതും നിങ്ങൾ ഏത് ഭാഷയിൽ പ്രാവീണ്യം നേടുന്ന ആളുകളാണെങ്കിലും അത് നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ, അത് ഇന്ത്യക്ക് നൽകുന്ന, കേരളത്തിന് നൽകുന്ന ഒരു ഇക്കണോമിക്കൽ കോൺട്രിബ്യൂഷൻ കൂടിയാണ്. കൊച്ചി കേരളത്തിന്റെ ഒരു വാണിജ്യ തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടത്തെ പോയാലും നിങ്ങൾ നൽകുന്ന കോൺട്രിബ്യൂഷൻസ്, അത് നിങ്ങൾ പോകുന്നത് ഒറ്റയ്ക്കല്ല. നിങ്ങൾ പലപ്പോഴും പോകുന്നത് ഒരു മുഴുവൻ കുടുംബത്തെ കൊണ്ടുപോയിട്ടാണ്. നിങ്ങളുടെ ഫാമിലിയെ, പ്രത്യേകിച്ച് ബ്രെഡ് വിന്നർ നിങ്ങളാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരും കുട്ടികളും പിന്നീടുള്ള തലമുറയെല്ലാം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണെങ്കിലും അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും അവരുടെ ഫ്യൂച്ചർ ആണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് പലപ്പോഴും ചെറിയ വിഷമമൊക്കെ തോന്നും. ചില ആളുകളെല്ലാം ബ്രിട്ടീഷ് പാസ്പോർട്ടും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പാസ്പോർട്ടും എല്ലാം ക്യാരി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പറിച്ച് നടപ്പെടുന്നു എന്നുള്ളത് ഒരു വിഷമമായി തോന്നുമെങ്കിൽ നിങ്ങൾ സെക്യൂർ ചെയ്ത ഒരു സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇക്കണോമിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഈ നഴ്സിംഗ് എന്നുള്ള പ്രൊഫഷനിലൂടെയാണ്. ആ പ്രൊഫഷന് കൂടുതൽ കരുത്ത് നൽകുന്നത് ഭാഷയാണ്. അത് ജർമ്മനിയിൽ പോയാൽ ജർമ്മൻ പഠിക്കാതെ യാതൊരു നിർവാഹമില്ല. ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ നീതൂസ് അക്കാഡമി ചെയ്യുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ എക്യുപ്പ് ചെയ്യുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു വലിയ സാമൂഹിക സേവനം തന്നെയാണ്. അതിന് നീതൂസ് അക്കാഡമിക്ക് ഇനിയും കഴിയട്ടെ. നാട്ടിലുള്ള ആളുകളാണ്, പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ നാട്ടിലുള്ള ആളുകളാണ്. അപ്പോൾ ഒരു സാമൂഹ്യ സേവനമാണ്. കുറെ പേര് വിദേശത്ത് വിടുമ്പോൾ നാട്ടിൽ നിൽക്കാൻ ഉള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടിയിട്ടാണ് ഈ സമ്മാനം. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഇനിയും അക്കാഡമിക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും പ്രത്യേകം ഈ രീതിയിൽ ഒരുപാടധികം ആളുകളുടെ ഇഷ്ടം കവർന്നെടുത്ത ഒരു വ്യക്തിയെ തന്നെ സ്വാഗതം ചെയ്യാം. തന്റെ മനസാക്ഷിയോട് നീതി അർപ്പിച്ച് നേരോടെ നിരന്തരം നിർഭയം തന്റെ നിലപാടുകൾ ഉറച്ച ശബ്ദത്തിൽ പറയുന്ന the very celebrated, the very dear, the very energetic Mr. Akhil Marar from Thailand. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ നീതൂസ് അക്കാഡമിയുടെ എല്ലാമായ ശ്രീ നീതു, യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരളത്തിന്റെ ആദരണീയായ ധനമന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ഈ ഭീഷ്മാചാര്യരെ പോലെ തന്നെ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യന്മാരെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാര്യം, ഒരാൾ എപ്പം മരിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രം മരിക്കാൻ കഴിയുന്ന ഭീഷ്മാചാര്യരെ പോലെ ഞാനിനി മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് കാലം വരെയും ആജീവനാന്ത MP ആയോ MLA ആയോ മന്ത്രിയായോ ഒക്കെ തുടരാൻ ശേഷിയുള്ള, അത് തന്റെ കർമ്മം കൊണ്ട് തെളിയിച്ച ഏറെ പ്രിയപ്പെട്ട ഹൈബിയുടെ, പിന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കൂടെ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം, എൻ്റെ കഴിഞ്ഞ വർഷം ബിഗ് ബോസ് വിജയിച്ചതിന് ശേഷമുള്ള ബർത്ത്ഡേ ദുബായിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരാൾ ഫ്ലൈറ്റ് കയറി ദുബായിൽ വന്നു. പ്രിയപ്പെട്ട നീതു ഞാനും തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് മൂവി വേൾഡിന്റെ പ്രോഗ്രാമിൽ വളരെ സന്തോഷമുള്ളൂ. വേണമെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് മാറിയിരിക്കാം. പക്ഷേ അവിടെ വന്ന് ആ ബർത്ത്ഡേക്ക് എൻ്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് നാളെ എനിക്ക് കടക്കിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പ്രയാസമായിരിക്കും എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, കാഴ്ചപ്പാട് കൊണ്ടും നീതിബോധം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശേഷിയുള്ള, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നീതു മാമായി വളരാൻ ശേഷിയുള്ള കഴിയാവുന്ന ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാൻ വന്നത്. 2, കുട്ടിക്കാലത്ത് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന നേഴ്സിന്റെ മുഖത്ത് നോക്കി തുപ്പിയ ഒരു വൃത്തികെട്ട ചെറുക്കനായിരുന്നു പണ്ട് ഞാൻ. എനിക്ക് പേടിയായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരുപാട് നേഴ്സുമാരുണ്ട്. കാലിൽ ഒരു വലിയ പരുവന്ന് അതിങ്ങനെ തിരിയിടണം. കൊല്ലം ബെൻസിയർ ആശുപത്രിയിലാണ് ഞാൻ അന്ന് ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ കാല് നല്ല കുഴിയാണ്. ഈ തിരിയിടാൻ വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴൊക്കെ ഞാൻ കിടന്ന് അലറി വിളിക്കുന്ന സമയത്തും അമ്മയെന്നല്ലായിരുന്നു ഒന്ന് വിളിക്കുന്നത്, സിസ്റ്ററെ എന്നായിരുന്നു വിളിക്കുന്നത്. പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ആദ്യമായി ജോലിക്ക് കയറുന്നത്. പൊതുവെ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചത് നേഴ്സുമാരായിരുന്നു. അപ്പോൾ അങ്ങനെ നേഴ്സുമാരുമാക്കിയിട്ട് ബന്ധമുണ്ട്. പിന്നീട് നിങ്ങളുടെ ജാസ്മിനൊക്കെ ഈ നേഴ്സുമാരുടെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച സമയത്ത്
എല്ലാ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അഖിൽ കോട്ടാത്തല എന്ന എൻ്റെ പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് എൻ്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കൂടിയാണ് രണ്ടാമത് ഇവിടെ വരാനുള്ള കാരണം. പിന്നെ ഈ ഒരു കാഴ്ചപ്പാട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാഡമിക്ക് കഴിയുന്നു എന്നുള്ള ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാൻ വന്നതാണ്. മറ്റ് വിശദമായിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം. എല്ലാവരോടും 1000 സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നതോടൊപ്പം ഈ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി. ലോകത്തെ ഏതെങ്കിലും ഒരു മേഖലയെ നിശ്ചലമാക്കാൻ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന ആരോഗ്യരംഗമാണ്. സമസ്ത മേഖലയും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുമെന്ന് നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ്. പക്ഷെ കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാൽ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ആസ്ട്രാസെനക്ക കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് UK ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അപ്പോൾ ഞാൻ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്, രാജ്യത്തെ പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മളിലേക്ക് എത്തിയതുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്സിനുകൾ ഇന്നലെ ഈ രാജ്യത്ത് എത്ര പേർ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെയും ഹിസ്റ്ററി എടുക്കുക. അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയണം. മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളിലേക്ക് എത്തിയത്. ആ സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എൻ്റെ സംശയമാണ്. എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവം കൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് നഴ്സുമാര് രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം, നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ വലിയ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആത്മഹത്യ ചെയ്തിട്ടുള്ള നഴ്സുമാരുണ്ട്. പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം. നിശബ്ദത ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. പ്രതികരിക്കുക, ഒന്നും നഷ്ടപ്പെടത്തില്ല, ധൈര്യമായി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച നീതൂസ് അക്കാഡമിയുടെ എല്ലാമായ എല്ലാവർക്കും ഞാൻ നമ്മളെ സമതാനി സാഹിബിന്റെ മോശമായിട്ടുള്ള നമ്മൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ള ദുബായിൽ വെച്ചിട്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിനും ആശംസകളൊക്കെ അറിയിച്ചൊന്ന് അവസാനിപ്പിക്കണം. നമസ്കാരം. Thank you so much, Mr. Adhitmara. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ടാഗ്ലൈൻ ആണെന്നുണ്ടെങ്കിലും he lives true to that. അല്ലേ? പലപ്പോഴും നമ്മൾ ഓരോരുത്തർക്കും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പറയാൻ നമ്മൾ വെമ്പിൽ കൊള്ളുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ ശബ്ദം തന്നെയാണ് അദ്ദേഹം. So once again, thank you so much for your kind words. So with that, ഇവിടെ നമ്മളുടെ ഒരുപാടധികം വിശിഷ്ട 2024. Yes, let us go ahead with it. അപ്പോൾ ഇവിടേക്ക് എല്ലാവരും നല്ലതുപോലെ തന്നെ കൈയടിച്ച് നമ്മളുടെ എല്ലാ അവാർഡ് വിന്നേഴ്സിനും നിങ്ങളുടെ സ്നേഹവും ആദരവും അറിയിക്കാൻ മടി കാണിക്കരുത്. So yes, Mother Teresa ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, the kind acts can be short and easy, but their echoes are truly endless. ദയുള്ള പ്രവൃത്തികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അവർ തീർക്കുന്ന മാറ്റലുകൾക്ക് ഒരു അവസാനമില്ല എന്ന്. അത്തരത്തിൽ ഒരുപാടധികം പ്രവർത്തനത്തിലൂടെ ആതുര സേവനത്തിലൂടെ ഒരുപാട് ജീവിതങ്ങളെ സ്പർശിച്ച Minister Sri Roshi Agastyan to kindly come forward. Sri Roshi Agastyan avargal നമ്മളുടെ Nergis Bigadana, the Best Nurse Award സമ്മാനിക്കുകയാണ്. So let us all put our hands together at this very glorious happy moment, please. And that is Ms. Nergis Begum, the Best Nurse of Kerala. So, and
Yes, she is being granted a grant award of sum of rupees 1 lakh. 1,00,000 രൂപ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് സം. അത് ഇവർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും ഒരിക്കലും എത്ര കൃതജ്ഞത പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. അതില് നമ്മളുടെ മനസ്സിന്റെ ഒരു ചെറിയ കണിക മാത്രമാണ്, നമ്മുടെ ചെറിയൊരു കണിക മാത്രമാണ് ഈ ഒരു അവാർഡ് എന്നുള്ളത്. ആൻഡ് നർഗീസ് ബീഗത്തിനെ പൊന്നാടി അണിയിക്കുന്നതിനായി ശ്രീ ഹാരിസ് അവർകളെ ക്ഷണിച്ചുകൊള്ളട്ടെ. എടുത്തു പറയേണ്ടത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് തന്നെയാണ്. The best way to find yourself is to lose yourself in the service of others. മറ്റുള്ളവരെ സേവിക്കുന്നതിൽ നാം സ്വയം അർപ്പിക്കുമ്പോൾ നാം നമ്മളെ തന്നെ കൂടുതലായി തിരിച്ചറിയുന്നു. അത്തരത്തിലുള്ള ഒരു കരിയർ, അത്തരത്തിലുള്ള ഒരു വളരെ അതുല്യമായ ഒരു പ്രൊഫഷൻ തന്നെയാണ് നഴ്സിംഗ്. ആ നഴ്സിംഗിലേക്ക് വരുന്ന നമ്മളുടെ സ്റ്റുഡൻസിനെ ഏറ്റവും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന സൊസൈറ്റിക്ക് ഏറ്റവും നല്ല രീതിയിലായി ഏറെ ബഹുമാനപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം the honorable minister Mr. Roshi Ekeste. Let us all put our hands together. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഇങ്ങനെ പ്രസ്റ്റീജിയസ് ആയിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളുടെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ എൻ്റെ രണ്ടാമത്തെ ഒരു പബ്ലിക് ഫംഗ്ഷനാണ് ഞാൻ ഹൗസിൽ ഇറങ്ങിയതിനു ശേഷം. സോ അത് ഇവിടെ തന്നെ ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ നഴ്സസ് ഡേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇന്ന് വേറൊരു ദിവസം കൂടിയാണ്. ഇന്ന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്, മദേഴ്സ് ഡേ ആൻഡ് നഴ്സസ് ഡേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും രണ്ടിനും സെപ്പറേറ്റ് ദിവസം കൊടുക്കുന്നതിന് പകരം ഒരു ദിവസം തന്നെ കൊടുത്തതെന്ന് ആലോചിച്ചു. ചെറുപ്പം തൊട്ട് നമ്മുടെ അമ്മമാര് ചെയ്യുന്ന കാര്യം തന്നെയാണ് നഴ്സസ് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അമ്മമാര് മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ നഴ്സുമാര് എല്ലാവർക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അഖില എന്നൊക്കെ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ എനിക്ക് കുറെ മെമ്മറീസ് ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് കരയുന്നതും, പിന്നെ സ്റ്റിച്ച് ഇട്ട സമയത്ത് എനിക്ക് മിഠായി തന്നതും, അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ബാലരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൈൻഡ്നെസ് ഉള്ള മുഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവര് മാലാഖമാരെന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ വിളിക്കണം. അപ്പോൾ എൻ്റെ ചേച്ചിയും ഒരു നേഴ്സാണ് ഈ ഒരു അവസരത്തിൽ, അതും കൂടി ഞാൻ പറയാണ്. ഐ ഫ്രം എ ഫാമിലി വേർ ദെയർസ് എ നേഴ്സ് ഇൻ മൈ ഫാമിലി. ആൻഡ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ നടത്തുന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നീതു അക്കാഡമിക്ക് ഒരു ബിഗ് praise, because this is something special. ഒരു ലാംഗ്വേജ് അക്കാഡമി നഴ്സസിന് വേണ്ടി ഒരു അവാർഡ് നടത്തുന്ന സമയത്ത് that's something special. So good job. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. വേറെ ഞാൻ ഇവിടെ എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you so much, Mr. Gabri. So ഇന്ന് ഈ ഒരു ദിവസത്തിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്നതിന് നീതുസ് നഴ്സസ് ഡേ അവാർഡ്. Let us all put our hands together for the most celebrated star of the day. And also, we will now humbly request Mr. Gabri Jose to kindly exit a token of love and appreciation from our side, please. നമ്മുടെ ഈ വേദിയിൽ നമുക്കൊപ്പം എത്തിച്ചേർന്ന the very beloved and round of applause for Gabri and Akhil, and make some noise for the final time. Come on, thank you so much. So with that, നമുക്ക് നമ്മളുടെ ആശംസാ പ്രസംഗത്തിലേക്ക് കടക്കാം. നമ്മളുടെ ഇന്ന് ഇത് ഗബ്രിയാണ്. എല്ലാ നേഴ്സുമാരും അല്ലെങ്കിൽ നാളത്തെ
നിങ്ങൾ കുറച്ചുകൂടി ബാക്കിലേക്ക് അതെ കുറച്ചുകൂടി ബാക്കിലേക്ക് അവർക്ക് 2-3 ഗസ്റ്റുകൾ വരാനുണ്ട്. ഒന്ന് ബാക്കിലേക്ക് മോനെ, ഒന്ന് ബാക്കിലേക്ക് നിന്നോളൂ, പുള്ളിക്ക് പോകാൻ എളുപ്പമാവും അത്. നിന്നോളൂ പോട്ടെ. ഒന്ന് പോട്ടെ. എല്ലാവരും പോയോ? ഇല്ല അകത്താണോ? ആ ബിഗ് ബോസിൽ രണ്ടുപേർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ അല്ല, ബിഗ് ബോസിൽ ഏഷ്യയിലെ മാനേജ്മെന്റിന്റെ പേര് ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളല്ല. ബിഗ് ബോസ് ഇപ്പൊ കാണാറുണ്ടോ? കാണാറുണ്ട്. ഞാൻ എപ്പിസോഡിൽ കാണാറില്ല. എങ്ങനെയുണ്ട് നന്നായിട്ട് പോകണം. അടിപൊളി. നമുക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചില സമയത്തൊക്കെ തോന്നും. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓബ്വിയസ്ലി ജാസ്മിൻ ഇപ്പോൾ നല്ല ഫാൻസ് കയറി വരുന്നുണ്ടല്ലോ. നല്ല കാര്യം. അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് സത്യാവസ്ഥ പുറത്തേക്ക് വരുമ്പോൾ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലുള്ളത് വെളിയിൽ വന്നോളൂ. നൈസ്. പോട്ടെ. രണ്ട് പേർക്കെതിരെ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണോ? അത് എനിക്കറിയില്ല. എനിക്കത് ആധികാരികമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. മാരാര് പറഞ്ഞത് കേട്ടത് വെച്ചിട്ടാണ് തോന്നുന്നത്. കേട്ടത് വെച്ചത് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പുള്ളി ചില്ലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. പോകട്ടെ.
സെറ്റല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പഠിച്ചു വരുന്നവരെ മൈൻഡ് ചെയ്താൽ മതി ഇറങ്ങി എങ്ങനെയും പോട്ടെ. നടക്കല്ലേ? ഞാൻ പോകാൻ ഇറങ്ങി വരുന്നത് എന്നെ വിട്ടില്ല. റിസപ്ഷനിൽ വരിക, ഒരു കൊച്ചു ചൂരലിന് പെട്ടിക്കൊണ്ടുവരാമോ? പെട്ടെന്ന് വരാം. ഒന്ന് തിരികെ ഒരു ക്ലാസ്സിന്റെ ഞാൻ സിനിമയൊന്നും ഇതുവരെ കണ്ടിട്ടുകൂടിയില്ല. എനിക്ക് സംസാരിക്കാൻ കാരണമൊന്നുമില്ല. അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും രണ്ടും ഒരേപോലെ. സമയം ഒട്ടും കിട്ടാറില്ല. അത് ആദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറെ ഞങ്ങൾക്ക് കാണാൻ നോക്കി. ഇത് ഇങ്ങനെ നിൽക്കേണ്ട നിങ്ങളുടെ വിഷയമാക്കുന്നത്. എന്ത് പറഞ്ഞു? ഫാൻസ് ഉണ്ടായി ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള സത്യത്തിൽ നല്ല ക്വാളിറ്റി നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ്. അഖിലേട്ടൻ ഇത്തവണത്തെ ബിഗ് ബോസിലെ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അഖിലേട്ടാ ഇത്തവണത്തെ ബിഗ് ബോസിലെ ആരാണ് ഇഷ്ടമല്ല? ആരാ ഇഷ്ടം ബിഗ് ബോസിനെ? അല്ല ഇപ്പൊ വരും. ഇവരാരോ താഴെ നിൽപ്പുണ്ട്. ഉമ്മാര് പറയാതെ വാട്സപ്പ് ചെയ്യണം. ഞാൻ ആവശ്യത്തിന് വിവാദം എന്റെ പേജ് വഴി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പേജ് വഴി
പുറത്തോട്ട് കാര്യം പറയണം.